നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസമേ ഒരു ബീഫ് അച്ചാറിൻ്റെ പരസ്യം എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നുട്ടെ. അപ്പോൾ അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം പലരും അതിൻ്റെ വിലയിടാത്തതിൻ്റെ പേരിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വില ഇട്ട് കേട്ടാ. അപ്പോൾ ഞാൻ മനഃപൂർവ്വം ഇടാണ്ടിരുന്നതല്ല. ഇങ്ങനെ ഒരു പരസ്യം ഇടാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറയാം കേട്ടാ. അതിനൊരു പ്രത്യേകിച്ചൊരു കാരണമുണ്ട് അങ്ങനെ ഒരു പരസ്യം ഞാൻ ചെയ്യാനുള്ളത്. കാരണം ഈ പ്രൊഡക്റ്റ് എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ഏട്ടാ. അപ്പോൾ ഈ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യണ സമയത്ത് ഇദ്ദേഹത്തിന് ഈ പത്രത്തിൻ്റെ ഏജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിരാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഇദ്ദേഹം പത്രം ഇടാൻ പോവും, അത് കഴിഞ്ഞ് ജോലിക്ക് വരും. അങ്ങനെ ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. പിന്നെ എപ്പോഴും പുള്ളി ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുള്ളൂ. നല്ലൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം ലീവായിരുന്നു കേട്ടോ. ആ ലീവുള്ള ദിവസം ഞാൻ ഇദ്ദേഹത്തിനെ റോഡിൽ വെച്ച് കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ഈ ബാഗിൽ ഞാൻ എന്താണ് എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ബാഗ് തുറന്ന് കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഉണക്കച്ചെമ്മീനാണ്, മാർക്കറ്റിൽ നിന്ന് നല്ല ചെമ്മീൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അത് വീട്ടുകാർ വളരെ ക്ലീനായിട്ട് നല്ല രീതിയിൽ ഉണക്കി അത് പാക്ക് ചെയ്തേക്കണേ. എന്നിട്ട് പുള്ളി ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഡയറക്റ്റ് ആളുകൾക്ക് ഇത് കൊടുക്കണേ. അത് കൊടുക്കാന്ന് വെച്ചാൽ ഒരു ഫീഡ്ബാക്ക് വേണമല്ലോ, റോട്ടിൽ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കടകളിൽ കയറിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അതുപോലെ അവിടെയുള്ളവർക്ക് ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്, കടയിൽ വിൽക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ നേരിട്ട് കണ്ട് ഈ ഉണക്കച്ചെമ്മീൻ്റെ പാക്കറ്റ് ആളുകൾക്ക് കൊടുത്ത് അങ്ങനെ അതിനു വേണ്ടി പുള്ളി പോണായിരുന്നു. ആ പോണ പോക്കിലാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം പുള്ളിക്കാരൻ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറഞ്ഞ് പുള്ളി അതിൻ്റെ ആ കൊടുത്ത കടകളിലൊക്കെ റിപ്പീറ്റ് വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നല്ല അഭിപ്രായമാണ് പറയുന്നത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇത് മേടിച്ച്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്കുള്ള ഒരു ആരംഭം കേട്ടാ. ആ ഒരു അദ്വാനിയുടെ ആദ്യ യാത്രയാണ് ബിസിനസ്സിലേക്കുള്ള. ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, വെറും 3 കിലോ ചെമ്മീനിൽ നിന്ന് തുടങ്ങിയ ഇന്ന് 32ഓളം പ്രൊഡക്റ്റ് ജോനുണ്ട്. അതിലെനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ജോനെ കുറിച്ചിട്ട്. ഞാൻ ഈ ഒരു 2 മാസം മുന്നേ ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് ആഴത്തിൽ ഇഷ്ടപ്പെടാൻ കാര്യം 2 മാസം മുന്നേ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പാക്കറ്റ് സാമ്പാർ പൊടി പിന്നെ ഒരു ടിൻ മീനച്ചാർ ഇത് രണ്ടും കൊണ്ടുവന്ന് തന്നു. ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, ടേസ്റ്റിലും യാതൊരു വിട്ടുവീഴ്ചയില്ല. സാമ്പാർ പൊടിയൊക്കെ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന സാമ്പാർ പൊടിയേക്കാൾ ഞാൻ പറയാം കേട്ടോ, ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് തോന്നിയത്. അതുപോലെ മീനച്ചാർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജോബ് പറഞ്ഞ ഒരു കാര്യം, ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇത് ഉണ്ടാക്കുന്നത് ജോയുടെ വീട്ടുകാരും കൂടിയാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് വലിയൊരു ഇഷ്ടം തോന്നി ആ ഒരു പ്രൊഡക്റ്റിനോട്. പ്രിസർവേറ്റീവ് ഒന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ് തോന്നിയത്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി, ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഉയരാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി, അധ്വാനത്തിലൂടെ ഉയരാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി. എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ അദ്ദേഹത്തെ ഉയർത്തുക എന്നുള്ളത് എൻ്റെയും കൂടി ഒരു കടമയാണ്. ഞാനീ പരസ്യം ചെയ്തത് ജോയുടെ അനുവാദമില്ലാതെ, ജോയുടെ ഫേസ്ബുക്കിൽ ആ ഫോട്ടോ കണ്ടപ്പോൾ അതെടുത്ത് എൻ്റെ ഫേസ്ബുക്കിലിട്ട, ഞാൻ പൈസ മേടിച്ചിട്ട് ചെയ്തതല്ല. അദ്ദേഹം ഉയരട്ടെ, അത് കണ്ട് നമുക്ക് സന്തോഷിക്കാം. അദ്ദേഹം ഈ പ്രൊഡക്റ്റ് നേരിട്ട് മാത്രമേ കൊടുക്കുള്ളൂ, പിന്നെ കൊറിയറായിട്ടും അയച്ചു തരും. കടകളിൽ സപ്ലൈ ഇല്ല, ഡയറക്റ്റ് നമുക്ക് വാങ്ങിക്കാം, കൊറിയറായിട്ട് അയച്ചു തരും. ഇതാണ് അതിൻ്റെ ഒരു സെയിൽസിൻ്റെ രീതി. ഞാനിവിടെ പറയണത്, ഞാൻ ജോയുടെ നമ്പർ ഇതിലിട്ടേക്കാം, നിങ്ങൾ ജോനെ വിളിക്കണം, നിങ്ങൾക്ക് ജോയുടെ പ്രൊഡക്റ്റുകൾ മേടിക്കാം. പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രൊഡക്റ്റ് ജോനുള്ളതെന്നാണെന്നറിയോ, ഈ ഉണക്കിറച്ചി, നല്ല ക്വാളിറ്റിയുള്ള പോത്തിറച്ചി വാങ്ങിച്ചിട്ട് അത് അദ്ദേഹം വീട്ടിൽ തന്നെ അത് ഉണക്കണേ. അത് അവരുടെ ഫാമിലി ആണ് അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, എന്തോ പുകയിട്ടൊക്കെ ഉണക്കി, അതും വളരെ ടേസ്റ്റിയാണ് ഈ ഉണക്കിറച്ചി. അപ്പോൾ അതും ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് ജോനുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു 32ഓളം പ്രൊഡക്റ്റ് ജോനുണ്ട്. അപ്പം ഞാൻ ജോയുടെ നമ്പർ ഇതിലിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ജോനെ വിളിക്കണം. ഞാൻ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ജോയുടെ ഒരു പ്രൊഡക്റ്റെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്ക്, എന്നിട്ട് വേണം അഭിപ്രായം ഇതിൽ കമൻ്റ് ഇടാൻ. ഓക്കെ. അപ്പോൾ ആ അധ്വാനിയായ ഒരു മനുഷ്യനെ നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാം കേട്ടാ. എൻ്റെ ആ സുഹൃത്തിനെ
എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഇടുന്നത് കേട്ടോ. കാരണം നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്പർ ഇതിലിട്ടേക്കാം. ജോയിനെ നിങ്ങൾ വിളിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ജോയിനോട് ചോദിക്കുക, റേറ്റ് കാര്യങ്ങൾ പറയും, നിങ്ങൾക്ക് അയച്ചു തരും. നേരിട്ട് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നേരിട്ട് എത്തിച്ചു തരും കേട്ടോ. ഏതായാലും ജോയ്ക്കും ജോയുടെ കുടുംബത്തിനും എല്ലാ നന്മകളും ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ ജോനെ നിങ്ങളെ ഏൽപ്പിക്കണേ. ഓക്കെ.